ആഘോഷങ്ങൾക്ക് മാത്രമേ ഉറവായിട്ടും മങ്ങൽ വരുത്തിയിട്ടുള്ളൂ. ആത്മീയമായ ആഘോഷങ്ങൾക്ക് കുറവും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഈ ബലിവേദിയുടെ മുന്നിൽ നമ്മളായിരിക്കും. വിശുദ്ധനായ സെബസ്ത്യാനൂസിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥമൊക്കെ നമുക്ക് യാചിക്കാം. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകുമെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ ദൈവം തമ്പുരാൻ നമ്മളോട് അരുളി ചെയ്യുക. വിശുദ്ധനായ സെബസ്ത്യാനൂസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചുരുക്കമാണത്. മരണം വരെ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. യേശുവിനെ സ്വന്തമാക്കുവാൻ, യേശുവിൻ്റേതായിട്ട് പരിപൂർണമായിട്ട് മാറുവാനായിട്ട് ഭൗതികമായ എല്ലാറ്റിനെയും അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. താൻ സ്വയം സ്വീകരിച്ച വിളിയോടുള്ള വിശ്വസ്തതയിൽ അവസാനം വരെ അദ്ദേഹം ചേർന്നു നിന്നു. അവസാനം ദൈവം സമാനമായി സ്വർഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമായ ബലിക്ക് വേണ്ടി അണയുമ്പോഴേക്കും നമ്മുടെ ജീവിതവും നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനൂസിനെ പോലെ തന്നെ ആകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും കുറേയധികം ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മയും ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വീകരിച്ചിരിക്കുന്ന വിളി ഏതാണ് എന്നുള്ളതല്ല, സ്വീകരിച്ചിരിക്കുന്ന വിളി ഏതു തന്നെയായാലും മരണം വരെ വിശ്വസ്തരായിരിക്കുവാൻ, ആ വിളിയോടെ വിശ്വസ്തരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. ആ ഒരു പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ബലിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. വന്നുപോയ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഓർത്ത് അനുതപിച്ച് ദൈവത്തിരുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സുലോകരാജരേ. സർവ്വശക്തനാം ദൈവമേ
സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യത്തോടെ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ രക്ഷകനേശുവേ കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ. അങ്ങു മാത്രം പരിപാവനൻ അങ്ങുതനീകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യനെ തൻ്റെ പീഠാസഹനങ്ങൾ തരണം ചെയ്യുവാൻ അങ്ങ് പ്രാപ്തനാക്കിയല്ലോ. ഈ വിശുദ്ധൻ്റെ വിജയദിനം ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണയാൽ ശത്രുവിൻ്റെ കെണികളുടെ മേൽ അജയ്യരായി നിലനിൽക്കുവാൻ അനുഗ്രഹം ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഇപ്പോൾ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുൾ ചെയ്തു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രയേൽ കുടുംബവും യൂദാ കുടുംബവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരെ കൈപിടിച്ച് നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രയേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും. അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. പുതിയ ഒരു ഉടമ്പടിയെപ്പറ്റി പറയുന്നത് കൊണ്ട് ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം.
കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്നു. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുന്നു. Hallelujah, 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 hallelujah. ദൈവം രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് തിരുനാളിൽ ആരാധിക്കുവാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലിയിലെ ബെത്സദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നുവെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മലയാളത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്രത്തിൻ്റെ പേരാണ് ഒറ്റാൽ. ആ ചലച്ചിത്രത്തിൽ 2 കഥാപാത്രങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, കുട്ടപ്പായി എന്നു പേരുള്ള ഒരു കൊച്ചു പയ്യൻ. അവനൊരു 10 വയസ്സോളം പ്രായമുണ്ടാകും. പിന്നെ അവൻ്റെ വല്യപ്പച്ചൻ. 2 പേർക്കും ഈ ലോകത്ത് സ്വന്തക്കാരെന്ന് അവകാശപ്പെടുവാൻ വേണ്ടി ഇവർ 2 പേരുമല്ലാതെ വേറെ ആരുമില്ല. വല്യപ്പച്ചൻ ഒരു വലിയ മുതലാളിയുടെ താറാവുകളെ വളർത്തുകയാണ് കുട്ടനാട്ടിൽ. അവിടെ തന്നെ പാടവരമ്പത്തുള്ള ഒരു മാടത്തിലാണ് കുട്ടപ്പായും വല്യപ്പച്ചനും കൂടി താമസിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ഒരു ക്രിസ്മസ് കാലം എത്തുന്നുണ്ട്. ക്രിസ്മസ് എത്തിയപ്പോഴേക്കും കുട്ടപ്പായുടെ വലിയൊരു ആഗ്രഹം ആവർത്തിച്ച് അവൻ തൻ്റെ വല്യപ്പച്ചനോട് പറഞ്ഞുകൊണ്ടിരുന്നു. വല്യപ്പച്ച, ഈ ക്രിസ്തുമസിന് വല്യപ്പച്ചൻ എനിക്കൊരു നക്ഷത്രമുണ്ടാക്കി തരണം. വല്യപ്പച്ചൻ സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം 2 പേരും കൂടി ക്രിസ്തുമസിന് വേണ്ടിയുള്ള നക്ഷത്രത്തിൻ്റെ പണി തുടങ്ങി.
പണി ഏതാണ്ടിപ്പോൾ തീരാറയായി. വർണ്ണക്കടലാസ് ഒട്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കൊച്ചു പയ്യൻ ഈ കുട്ടപ്പായി വല്യപ്പച്ചനോട് ഇങ്ങനെയാണ് പറയുന്നത്: വല്യപ്പച്ചൻ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നക്ഷത്രത്തിൻ്റെ പണി തീരുമ്പോഴേക്കും ഈ നക്ഷത്രം നമുക്ക് എൻ്റെ കൂട്ടുകാരന് കൊടുക്കാം. അവനിതുപോലെ ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല, ആരും അവനതൊന്നും കൊണ്ടുപോയി കൊടുക്കുകയുമില്ല. അപ്പോൾ പിന്നെ നമുക്കിത് എൻ്റെ കൂട്ടുകാരന് കൊടുക്കാം. വല്യപ്പച്ചന് വല്ലാതെ അങ്ങ് അത്ഭുതമാകുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് തൻ്റെ കൊച്ചു പയ്യൻ, ഈ കൊച്ചു മകൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്: എനിക്കൊരു നക്ഷത്രം ഉണ്ടാക്കി തരണം. എന്നിട്ട് ഇപ്പോൾ അവൻ പറയുന്ന ഈ നക്ഷത്രം എനിക്ക് വേണ്ട, എൻ്റെ കൂട്ടുകാരന് കൊടുക്കാം. അപ്പോൾ വല്യപ്പച്ചൻ അവനോട് ചോദിക്കുന്നുണ്ട്: അപ്പോൾ പിന്നെ കുട്ടപ്പായിക്കോ? ആ 10 വയസ്സുകാരൻ ആ വല്യപ്പച്ചനോട് അപ്പോൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആകാശത്തിൽ ആ സന്ധ്യാനേരത്ത് ഉദിച്ചുയർന്നു നിന്നിരുന്ന 1000 നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊച്ചു പയ്യൻ കുട്ടപ്പായി വല്യപ്പച്ചനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദേ നോക്കിയേ വല്യപ്പച്ചൻ, ആകാശത്തിലെ മുഴുവനും നക്ഷത്രങ്ങളും കുട്ടപ്പായിക്കുള്ളപ്പോഴേക്കും പിന്നെ കുട്ടപ്പായിക്ക് എന്തിനാണ് ഈ നക്ഷത്രം? ഈ നക്ഷത്രം നമുക്ക് എൻ്റെ കൂട്ടുകാരന് കൊടുക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ നിറവിൽ നമ്മളായിരിക്കുമ്പോഴേക്കും ഇത് നമ്മളൊക്കെ ഒന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സ്വർഗത്തിലെ നിത്യമായിട്ടുള്ള ജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും സ്വർഗത്തിലെ നിത്യജീവിതം എന്നുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലെ നശ്വരമായ കുറേ നക്ഷത്രങ്ങളെയൊക്കെ വേണ്ട എന്ന് വയ്ക്കുവാനായിട്ട് എനിക്ക് മനസ്സുണ്ടോ ഇല്ലയോ? വിശുദ്ധ സെബാസ്റ്റ്യന് മനസ്സുണ്ടായിരുന്നു. ആ മനസ്സാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയത്. അതേ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കിയതും. ആ വിശുദ്ധൻ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ന് ബലിപീഠത്തിങ്കൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോഴേക്കും ഈ ചുവന്ന വസ്ത്രമൊക്കെ നമ്മൾ ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊക്കെ സ്വയം ചോദിച്ചു തുടങ്ങാം: വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ നിത്യജീവിതം സ്വന്തമാക്കുവാനായിട്ട് നശ്വരമായിട്ടുള്ള പലതിനെയും ഒക്കെ ഉപേക്ഷിക്കുവാൻ, അവയോടൊക്കെ വേണ്ട എന്ന് വയ്ക്കുവാനായിട്ട് ഞാൻ സന്നദ്ധനാണോ അല്ലയോ? സ്വയം ചോദിച്ചു തുടങ്ങുക. ഇത്രയും കാലത്തിനിടയിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ എന്താണ് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്? എനിക്ക് മാത്രം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന കുറേയധികം സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ശീലങ്ങളുടെയും ഭൗതികമായ ഒരുപാട് കാര്യങ്ങളുടെയും ഒക്കെ ഇടയിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നവർക്ക് വേണ്ടി, ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നവർക്ക് വേണ്ടി ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേക്കും എന്താണ് മനഃപൂർവ്വം സ്നേഹപൂർവം വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇനി മുതൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ചെറിയ അളവുകോൽ. അതുകൊണ്ട് തന്നെ നമ്മളും സ്വയം ചോദിക്കുക: സ്നേഹിക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നവർക്ക് വേണ്ടി എനിക്ക് മാത്രം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഏതൊന്നിനെയാണ് ഇത്രയും കാലത്തിനിടയിൽ ഞാനെന്നുള്ള മനുഷ്യൻ ആരുമാകാം? വൈദികനാകാം, സന്യാസിനിയാകാം, അപ്പനാകാം, അമ്മയാകാം, ഭാര്യയോ ഭർത്താവോ മകനോ മകളോ ആരുമാകാം, വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. ആ ചോദ്യം മാത്രമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൽ നമ്മളായിരിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തോട് നമ്മളൊക്കെ ചോദിച്ചു തുടങ്ങേണ്ടത്. ചിലതൊക്കെ നഷ്ടപ്പെടുത്താതെ, വേണ്ട എന്ന് വയ്ക്കാതെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ നമുക്കാർക്കും ജീവിക്കാൻ സാധിക്കില്ല. ഒരു ജനാലയുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരു ജനാലയായ കാലം മുതലേ ഒരേ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഒരു മൈതാനത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ അവിടെ വന്ന് കളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. കുറേ കുടുംബങ്ങളൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നതും കാണുവാൻ സാധിക്കും. ഇതേ കാഴ്ചയും കണ്ടുകൊണ്ട് ഈ ജനാല അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ ഈ ജനാലയിലൂടെ പല പല ആളുകൾ ഇതേ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. അവസാനം ജനാലയ്ക്ക് ഈ ഒരു കാഴ്ച കണ്ട് മടുത്തു. അവസാനം ജനാല തീരുമാനിച്ചു ഇനി ഒരു യാത്ര പുറപ്പെടാം, പുതിയ കാഴ്ചകൾ കണ്ടു തുടങ്ങാൻ വേണ്ടി. അന്ന് തന്നെ അവനൊരു യാത്ര തുടങ്ങി. ജനാല അന്ന് മുതൽ ജനാല പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ ജനാലയിലൂടെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി അന്ന് മുതൽ ആരും ഉണ്ടായില്ല.
ഇത് തന്നെയാണ് പലപ്പോഴും നമുക്കും സംഭവിക്കുക. ഞാനാകുന്ന ജനാലയിലൂടെ സ്വർഗത്തിൻ്റെ നന്മയുടെ വിശുദ്ധിയുടെ കുറേയധികം കാഴ്ചകളൊക്കെ എൻ്റെ കൂടെയുള്ളവർക്ക് സമ്മാനിക്കുവാനുള്ള ഉത്തരവാദിത്വവും പേറിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുക. പക്ഷേ എനിക്ക് മാത്രം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന കുറേയധികം സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാഴ്ചകൾക്ക് പിറകെ ഞാൻ യാത്രയാകുമ്പോഴേക്കും ഉറപ്പാണ് അന്ന് മുതൽ ഞാൻ കുറേയേറെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങും, അനുഭവിച്ചു തുടങ്ങും. പക്ഷേ എന്നിലൂടെ നന്മയുടെ വിശുദ്ധിയുടെ കാഴ്ചകളൊക്കെ ആരും കാണില്ല. നമ്മളും ചോദിക്കുക, അതാണോ ഇപ്പോൾ എൻ്റെ ജീവിതം? അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെയോ നമുക്ക് വീഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിശുദ്ധൻ്റെ തിരുനാളിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യവും ഇതുമാത്രമാണെന്നാണ് ഞാൻ കരുതുക. സ്നേഹിക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നവർക്ക് വേണ്ടി ഇത്രയും കാലത്തിനിടയിൽ ഞാനെന്നുള്ള അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മകനും മകൾ ആരുമാകട്ടെ എന്താണ് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്? ബോധപൂർവം പരാജയത്തിലേക്ക് ഇറങ്ങിപ്പോയവർക്ക് മുൻപിൽ ഈ ലോകം എപ്പോഴും വലിയ മൂല്യമൊക്കെ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഒരു വണ്ടിൻ്റെ കഥ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകത്തിലുള്ളതാണ്. ഒരു വണ്ട് താമരപ്പൂവിനകത്ത് തേൻ കുടിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. സന്ധ്യയായി. ഈ തേൻ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴേക്കും സന്ധ്യ ആയതൊന്നും ഈ വണ്ട് അറിഞ്ഞില്ല. സന്ധ്യയാകുമ്പോഴേക്കും ഈ താമരപ്പൂവിന് കൂമ്പിപ്പോകാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. സന്ധ്യ ആയപ്പോഴേക്കും ഈ താമരപ്പൂവങ്ങ് കൂമ്പിപ്പോയി, അടഞ്ഞുപോയി. ഈ വണ്ട് ഉള്ളിൽ അകപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ഈ താമരപ്പൂവ് ഈ വണ്ടിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എനിക്ക് നാളെ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും പ്രഭാതത്തിലെ വിരിയാനാകൂ. നീ ഒരു കാര്യം ചെയ്യുക, എന്നെ മുറിവേൽപ്പിച്ചിട്ട് ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ഇതിൽ നിന്നും പറന്നു പോയിക്കൊള്ളുക നിന്റെ സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക്. പക്ഷേ അപ്പോഴേക്കും ആ വണ്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്, നിന്നെ മുറിവേൽപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് ഇനി പറന്നു പോകണ്ട. നാളെ പ്രഭാതം വരെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെയും നിൻ്റെയും സന്തോഷത്തിൻ്റെ സൂര്യ വെളിച്ചത്തിലേക്ക് പറന്നു പോയിക്കൊള്ളാം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമൊക്കെ ആകേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ ആകേണ്ടത്. അതുപോലെയൊക്കെ ആകുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുന്നുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈശോനാഥനും ഇത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുക. നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണി പോലെ ആകണം നമ്മുടെയൊക്കെ ജീവിതം. നിലത്ത് വീണ് അഴിഞ്ഞില്ലാതാകാതെ ജീവന്റെ പുതിയ നാമ്പൊന്നും ഒരിക്കലും പൊട്ടിപ്പുറപ്പെടാനൊന്നും പോകുന്നില്ല. ഈശോനാഥൻ ആരോടാണിത് പറഞ്ഞത്? ഗ്രീക്കുകാരോട്. ഗ്രീക്കുകാർ ഈശോനാഥൻ അന്വേഷിച്ച് അവിടെ വന്നപ്പോഴാണ് ഈശോനാഥൻ നിലത്ത് വീണ് അഴിയുന്ന ഗോതമ്പ് മണിയെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈശോനാഥൻ അന്വേഷിച്ച് ഗ്രീക്കുകാർ ആ തിരുനാളിൽ വന്നത്? ഉത്തരവൊന്നു മാത്രമേ ഉള്ളൂ, ലാസറിനെ ഉയർപ്പിച്ച സംഭവം കേട്ടപ്പോഴാണ്. മരിച്ചുപോയ ഒരുവന് ജീവൻ പകർന്നു കൊടുക്കുന്ന ഒരുവനുണ്ട് എന്നറിയുമ്പോഴേക്കും അവനെ കാണുവാൻ വേണ്ടി ഗ്രീക്കുകാർ അവിടെ വരുന്നു. പിന്നെ അവിടെ ഉണ്ടാകുന്നത് ജെറൂസലേമിലേക്കുള്ള വലിയ ആഘോഷത്തിൻ്റെ പ്രവേശനമാണ്. ആ പ്രവേശനവും കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗ്രീക്കുകാർ വരുന്നത്. അങ്ങനെ തിരുനാൾ ആഘോഷിക്കുവാൻ വന്ന ആ ഗ്രീക്കുകാരോട് ഈശോനാഥൻ പറഞ്ഞതെന്താണ്? നിലത്ത് വീണ് അഴിഞ്ഞില്ലാതാകുന്നതിനെക്കുറിച്ച്, സ്വയം ഇല്ലാതാകുന്നതിനെക്കുറിച്ച്, സ്വന്തം ജീവൻ സമർപ്പിക്കുന്നതിനെക്കുറിച്ച്, സ്വന്തം ജീവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്. അവിടെയാണ് തിരുനാളുകളൊക്കെ തിരുനാളുകളായിട്ട് മാറുക. അതുകൊണ്ടാണ് ഈശോനാഥൻ തിരുനാൾ ആഘോഷിക്കുവാൻ വന്നവരോട് പറഞ്ഞത് വെച്ചത്, നിലത്ത് വീണ് അഴിഞ്ഞില്ലാതെ ആകുന്ന ഗോതമ്പ് മണി പോലെയാകാതെ പുതിയ ജീവിതം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ തിരുനാളായി മാറണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാനുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലതൊക്കെ വേണ്ട എന്ന് വയ്ക്കുവാൻ സ്വയം മനസ്സാകണം. സ്നേഹപൂർവം, സന്തോഷപൂർവം. സ്നേഹപൂർവം, സന്തോഷപൂർവം എന്നുള്ള രണ്ട് വാക്കുകൾ പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതൊരു പുണ്യവും പുണ്യമാകുന്നത് അത് സന്തോഷപൂർവം, സ്നേഹപൂർവം ചെയ്യുവാൻ സാധിക്കുന്നിടത്ത് മാത്രം. അല്ലാത്തിടത്തോളം കാലം ഒന്നും പുണ്യമൊന്നുമായി മാറില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിലും ഉറപ്പായിട്ടും നമ്മളൊക്കെ സ്വയം ചോദിച്ചു തുടങ്ങാം, തോറ്റു കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ? ഉപേക്ഷിക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ?
സ്വയം ശൂന്യനായി മാറുവാൻ എനിക്ക് മനസ്സുണ്ടോ? നിലത്ത് വീണഴിഞ്ഞില്ലാതാകുന്ന ഗോതമ്പ് മണി പോലെ എൻ്റെ ജീവിതത്തെ ശൂന്യമാക്കുവാനും എനിക്ക് മനസ്സുണ്ടോ? ചില മൂല്യങ്ങൾക്ക് വേണ്ടി സ്വയം അങ്ങനെ തോറ്റുപോകുന്നവളായി ഈ ലോകത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അവരെ കാത്തു നിൽക്കുന്നത് പിന്നെ ഉയർപ്പിൻ്റെ വലിയ നന്മയാണ്. തിരുനാളുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും ഒരിക്കലും പറഞ്ഞു വെച്ചില്ല വിജയത്തെക്കുറിച്ച്. ഈ സുവിശേഷ മൂല്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ജയം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു സുവിശേഷ മൂല്യം പോലും അല്ല. ഈശോനാഥൻ ജയിക്കുന്നതിനെക്കുറിച്ച് എങ്ങും സുവിശേഷ ഭാഗത്തൊന്നും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല, വായിച്ചു കേൾക്കുന്നുമില്ല. പക്ഷേ തോറ്റുകൊടുക്കുന്നതിനെക്കുറിച്ച്, ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് ഈശോതമ്പുരാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. ആ ഈശോനാഥനെ പിൻചെന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും അത് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചന ഭാഗത്ത് അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ കുറിച്ചു വെച്ചത്: ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. ജയിച്ചുവെന്ന് അദ്ദേഹം പറയുന്നില്ല. ഞാൻ നന്നായിട്ട് പൊരുതി, നന്നായിട്ട് ഓടി, ഓട്ടം പൂർത്തിയാക്കി, എത്രയോ പറയുന്നുള്ളൂ. ഇനി വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചന ഭാഗത്ത് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട്: നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടുകൂടെ നമുക്ക് ഓടി തീർക്കാം. ഓടി ജയിക്കാമെന്ന് എങ്ങും എഴുതി വച്ചിട്ടില്ല. അപ്പോൾ വിശുദ്ധനായ സെബസ്ത്യാനൂസിൻ്റെ തിരുനാളിലായിരിക്കുമ്പോഴേക്കും നമ്മളൊക്കെ ഇനിയെങ്കിലും ചോദിച്ചു തുടങ്ങാം: സ്നേഹിക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നവർക്ക് വേണ്ടി ഇത്രയും കാലത്തിനിടയിൽ മനഃപൂർവ്വം, സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം ഞാൻ എന്താണ് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്? അതുമാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു ചിന്താ വിഷയം. വലിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് നിറയ്ക്കേണ്ട ഈ ഒരു ചെറിയൊരു ചിന്ത മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാം. പഴമക്കാർ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടല്ലോ: ഒന്ന് ചീഞ്ഞാൽ മാത്രമേ മറ്റൊന്നിന് വളമാകൂ എന്നുള്ളത്. മറ്റൊന്നിന് വളമാകാൻ, മറ്റൊന്ന് വളരാൻ, മറ്റൊന്ന് പുഷ്പിക്കാൻ, മറ്റൊന്ന് ഫലം ചൂടാൻ, സ്വയം തോറ്റുകൊടുക്കുവാൻ, ചിലതൊക്കെ വേണ്ട എന്ന് വയ്ക്കുവാൻ എനിക്ക് ഇനിയെങ്കിലും കഴിയുമോ? അവിടെ ഉറപ്പാണ് അഴിയലിൻ്റെ ദുർഗന്ധമല്ല, നേരെ മറിച്ച് പുഷ്പിക്കലിൻ്റെ സുഗന്ധമാണ് ജീവിതത്തിൽ നിറയുക. അപ്പോൾ ജീവിതം മുഴുവനും സുഗന്ധപൂരിതമായിട്ട് മാറും. കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മളേവരും അണയുമ്പോഴേക്കും വിശ്വാസപൂർവ്വം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും ഇടവക മക്കളെ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നയിക്കുന്ന ഞങ്ങളുടെ ഇടവക വികാരിയായ സ്നേഹ ബഹുമാനപ്പെട്ട ജോബ് അച്ഛനെയും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. ഇവരുടെ ആത്മീയ ജീവിതത്തിനാവശ്യമായ വരദാന ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹമുള്ള ഈശോയെ, പകർച്ചവ്യാധിയെ തടയുന്നവനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ 3-ാം ദിനത്തിൻ്റെ ഈ സമയം സന്ധ്യയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വചനപ്രഘോഷണം നടത്തുകയും ചെയ്ത ഫാദർ മേരിദാസ് കോച്ചേരിയെയും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. തങ്ങളുടെ കടമകൾ നിറവേറ്റി നല്ല പ്രവർത്തനങ്ങളിലൂടെ യേശുവിനെ ദൈവമക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹമുള്ള യേശുനാഥ, വിശ്വാസത്തിൻ്റെയും ദൈവാരാധനയുടെയും സ്നേഹത്തിൻ്റെയും സമൂഹങ്ങളായ 30 കുടുംബ യൂണിറ്റുകളെയും യൂണിറ്റ് ഭാരവാഹികളെയും ഇന്ന് ഈ ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സമിതി ബ്ലോക്ക് ഭാരവാഹികളെയും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച ചുരുങ്ങിയ കാലഘട്ടത്തിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിച്ച്
നല്ലൊരു ക്രിസ്തു വിശ്വാസിയായി ഇടവക മക്കൾക്ക് മാതൃകയായി തീരാൻ ഓരോ ഭാരവാഹികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഇടവകയിലെ യുവതി യുവാക്കളെയും ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധേന്തിമാരെയും അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ ധാർമ്മിക ഔന്നത്യമുള്ള മാർഗദർശികളായി വളർത്തുവാനും സമൂഹത്തിൽ നേട്ടങ്ങൾ പങ്കുവച്ചും കോട്ടങ്ങളിൽ പരസ്പരം താങ്ങായും അങ്ങനെ സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറുവാൻ യുവജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാസമൃദ്ധനമായ ഈശ്വര സർവേശ്വര, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ എല്ലാ ആത്മാക്കളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ ചെയ്ത കുറ്റങ്ങൾ എല്ലാം പുറത്ത് അവരെ നിത്യനരകത്തിൽ തള്ളാതെയും ശുദ്ധീകരണ സ്ഥലത്തിൽ നിർത്താതെയും അങ്ങേ പ്രതാപമുള്ള തിരുസന്നിധിയിലേക്ക് വിളിച്ചുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും ദൈവത്തിനു മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയായി വച്ചിടാം അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വീഞ്ഞുമിതാ. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിടാം അങ്ങ് തന്ന ദാനമെല്ലാം അപ്പവും വീഞ്ഞുമിതാ. മനം കനിവാ സംശുദ്ധമാക്കുക നീ അവരൂപമെന്നിൽ തെളിഞ്ഞ ധന്യമായ ജീവിതം. മനം കനിവാ സംശുദ്ധമാക്കുക നീ അവരൂപമെന്നിൽ തിരിഞ്ഞ ധന്യമായ ജീവിതം. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിടാം അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വീഞ്ഞുമിതാ.
അങ്ങു തന്ന ദാനമില്ല അപ്പവും വീഞ്ഞുമിതാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടേതുമായി ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ആർത്തന സഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബാസ്റ്റ്യൻ സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങയുടെ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുവാനിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയ വിശുദ്ധ സെബാസ്റ്റ്യൻ ചിന്തിയ രക്തം അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ വൈഭവം അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങ് എന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങയുടെ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യസന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്നതുപോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ചവസ്തുക്കളായ ഈ അപ്പവും മീഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഠ സഹിച്ചതിൻ്റെ തലേനാൾ അന്ത്യ അത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത്
അങ്ങയുടെ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഠാസകനവും കുരിശും മരണവും വഴി അങ്ങ് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങയുടെ വലത് ഭാഗത്തിരുത്തുകയും ചെയ്ത അവിടത്തെ അനുസ്മരിച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവന്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങയുടെ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. സർവശക്തനായ പിതാവേ, ഈ ദിവരഹസ്യത്തിലുള്ള പങ്കാളിത്തം വഴി ആത്മാവിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അങ്ങയുടെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപപ്പെടുത്തുവാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും അങ്ങയുടെ സമസ്ത ജനത്തോടും ഞങ്ങളെ ഐക്യത്തിൽ ഉറപ്പിക്കണമേ. എല്ലാ സഭാവിശ്വാസികളും കാലങ്ങളുടെ അടയാളങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രകാശത്താൽ പരിശോധിച്ച് സുവിശേഷ സേവനത്തിൽ നിരന്തരം തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങനെ അവരുടെ വേദനകളിലും വ്യഗ്രതകളിലും സന്തോഷത്തിലും പ്രതീക്ഷയിലും പങ്കുചേർന്ന് രക്ഷയുടെ സന്ദേശം വിശ്വസ്തതാപൂർവം അവർക്ക് നൽകുകയും അങ്ങയുടെ രാജ്യത്തിൻ്റെ പാതയിൽ അവരോടൊപ്പം ഞങ്ങൾ മുന്നോട്ടു പോവുകയും ചെയ്യുമാറാകട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ സഹോദരരെയും മൃതിയടഞ്ഞ സകലരെയും അങ്ങോർക്കണമേ. അവരുടെ വിശ്വാസവും ഭക്തിയും അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. ഇഹലോക തീർത്ഥാടനത്തിനു ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടെ നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബാസ്റ്റ്യനോടും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ അവിടുത്തെ കാരുണ്യത്തിനായി നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പാപങ്ങൾ നീക്കിയിടും സ്നേഹത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി പ്രസിദ്ധേന്തിമാർ മാത്രം മുൻപിലേക്ക് വരിക. ബാക്കിയുള്ളവർ മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുക. പുറത്തുള്ളവരും പുറത്തു തന്നെ നിന്നാൽ മതിയാകും. അവിടേക്ക് വൈദികരും സിസ്റ്റേഴ്സും വരുന്നതായിരിക്കും. ഈ വശത്തുള്ളവർ അവിടെ തന്നെ നിൽക്കുക, ആ വശത്തുള്ളവർ അവിടെ നിൽക്കുക.
യേശുനാഥാ ബാവാ സ്നേഹരൂപാ എൻ പ്രാണനെന്നും തേടിടും സ്വപ്നമേ ബാവായ് ആത്മരാജാ സ്നേഹരൂപാ എൻ പ്രാണനെന്നും തേടിടും സ്വപ്നമേ ബാവായ് ആത്മരാജാ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങയുടെ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഠാസഹനത്തിൽ വിജയിയും ആക്കി തീർക്കുവാൻ ഇടയാക്കിയല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. എല്ലാവരും ഇരിക്കുക. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളായിരിക്കുക. ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും യൂണിറ്റ് ഭാരവാഹികളുടെയും കേന്ദ്രസമിതി ഭാരവാഹികളുടെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കണമെന്ന് കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കായി ദിവ്യബലി അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തത് ബഹുമാനപ്പെട്ട മേരിദാസ് കോച്ചേരി അച്ഛനാണ്. മേരിദാസ് അച്ഛൻ നമ്മുടെ അതിരൂപതയിലെ ലൂർദ് ആശുപത്രിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണ്. അച്ഛൻ വളരെ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ അഭിമന്യ പിതാവ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയുടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ്റെയും ഒക്കെ വലിയ ഒരു അടയാളമാണ്. മേരിദാസ് അച്ഛൻ ഇന്ന് ഇവിടെ വന്ന് നമുക്കായി ദിവ്യബലി അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തതിന് ഇടവകയിലെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഈ വർഷത്തെ പ്രസിദ്ധേന്തിമാരുടെ പേരിൽ മേരിദാസ് അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ദിവ്യബലിക്ക് ദൈവവചന വായനയും വിശ്വാസികളുടെ പ്രാർത്ഥനയും കാഴ്ചവെപ്പും ഒക്കെ നടത്തിയത് നമ്മുടെ ഇടവകയിലെ കേന്ദ്രസമിതി ലീഡർമാരും ബ്ലോക്ക് ലീഡർമാരും ഒക്കെ ചേർന്നാണ്. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നാളെ
രാവിലെ പതിവ് പോലെ 6:30 മണിക്ക് ദിവ്യബലി ഉണ്ടായിരിക്കും. വൈകിട്ട് 5:30 മണിക്ക് തിരുസ്വരൂപങ്ങൾ എടുത്തു വയ്ക്കുന്ന ചടങ്ങ് ഉണ്ടായിരിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുസ്വരൂപങ്ങൾ നമ്മൾ എഴുന്നള്ളിച്ച് ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിനരികെ വയ്ക്കുന്നതായിരിക്കും. തുടർന്ന് ദിവ്യബലിക്ക് ശേഷം മുൻപ് പറഞ്ഞിരുന്നത് പോലെ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പ്രദക്ഷിണം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മുടെ പ്രസിദ്ധേന്തിമാർ മാത്രം പ്രദക്ഷിണത്തിൽ അണിനിരന്ന് അവർ നമ്മുടെ കടവിലുള്ള കപ്പേള ചുറ്റി വരുന്നതായിരിക്കും. അതിനുശേഷം അവർ ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷമായിരിക്കും വിശുദ്ധൻ്റെ തിരുസ്വരൂപം അലങ്കരിച്ച വാഹനം നമ്മുടെ ഇടവകയുടെ അതിർത്തികളിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മുടെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുവാദം എടുത്തിട്ടുണ്ട്. അനുവാദം എടുത്തപ്പോൾ അദ്ദേഹം SI പറഞ്ഞ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആരും കൂട്ടം കൂടി നടക്കരുത്, മാസ്ക് ഇല്ലാതെ ആരും പുറത്തിറങ്ങരുത്. അപ്പോൾ നമ്മളിത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധൻ്റെ തിരുസ്വരൂപം നമ്മുടെ ഇടവകയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെയായിരിക്കുക. ആരും ഈ വാഹനത്തിൻ്റെ പിന്നാലെ നടക്കരുത്. 4 ടൂ വീലറുകൾ ആ വാഹനത്തിൻ്റെ മുൻപിലും 4 ടൂ വീലറുകൾ വാഹനത്തിൻ്റെ പിന്നിലും അക്കമ്പനി ചെയ്യുവാനായിട്ട് ഉണ്ടായിരിക്കും. അതല്ലാതെ വേറെ ആരും ടൂ വീലറുകളുമായിട്ട് അതിലേക്ക് ചേരരുത്. അതുപോലെ തന്നെ ആരും വാഹനത്തിൻ്റെ പിന്നിലോ മുന്നിലോ നടക്കരുത് എന്നുകൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അധികാരികളിൽ നിന്ന് പ്രത്യേകം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമാണത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് പ്രസിദ്ധേന്തിമാരുടെ പ്രദക്ഷിണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങളുടെ അടുക്കിലേക്ക് പോകാം. എന്നിട്ട് ഈ പ്രധാന വീതിയുടെ ഇരുവശത്തും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേൽക്കുവാനായിട്ട് നമുക്ക് നിൽക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വഴിയുടെ ഇരുവശവും നിൽക്കുമ്പോൾ അത് ദേവാലയത്തിന് പുറത്താണ് എങ്കിൽ തന്നെയും ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആത്മീയ ആചരണത്തിൻ്റെ അരൂപിയോടുകൂടെ തന്നെ വേണം അത് ചെയ്യുവാനായിട്ട്. വഴിയരികിൽ നിന്ന് വർത്തമാനം പറയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ചടക്കവും നിശബ്ദതയും ഉണ്ടാവുക. നിശബ്ദതയുണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നതോ ഗാനങ്ങൾ ആലപിക്കുന്നതോ വളരെ നന്നായിരിക്കും. നമ്മളെപ്പോഴും പറയാറുണ്ട്, വിശ്വാസ പ്രഘോഷണ റാലി എന്നാണ് പ്രദക്ഷിണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ കാണണം. നമ്മൾ അച്ചടക്കമില്ലാതെ സംസാരിച്ചു കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം ഈ ഒരു കാര്യത്തിന്, വിശുദ്ധൻ്റെ തിരുസ്വരൂപ പ്രയാണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, ആദരവ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ അച്ചടക്കത്തോടും നിശബ്ദതയോടും കൂടെ നിൽക്കുക. അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥനകൾ ചൊല്ലുക. കൊന്ത ചൊല്ലാൻ സാധിക്കുമെങ്കിൽ കൊന്ത ചൊല്ലുക. പ്രാർത്ഥന ചൊല്ലുവാൻ സാധിക്കുമെങ്കിൽ, ഗാനങ്ങൾ ആലപിക്കുവാൻ സാധിക്കുമെങ്കിൽ ഗാനങ്ങൾ ആലപിക്കുക. നൊവേന ചൊല്ലുവാനായിട്ട് പറ്റുമെങ്കിൽ നൊവേന ചൊല്ലുക. ദയവ് ചെയ്ത് വഴിയരികിൽ നിന്ന് സംസാരിക്കരുത്, ശബ്ദമുണ്ടാക്കരുത്. ഇതൊരു ആത്മീയ പ്രകടനമാണ് എന്നുള്ള ബോധം എപ്പോഴും നമ്മളിലുണ്ടാവണം. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ വഴികൾ അലങ്കരിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുക. സാധിക്കുന്നവരെല്ലാം വൈദ്യുതാലങ്കാരങ്ങൾ കൊണ്ട് വഴിയരികുകൾ ഭംഗിയാക്കുക. മറ്റു ദീപാലങ്കാരങ്ങൾ കൊണ്ടും വഴിയരികുകൾ ഭംഗിയാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയുമാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിസ്മയനീയമായ മധ്യസ്ഥത്താൽ പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധന്റെ മഹത്വവും പുകഴ്ചയുമായ ദൈവം
നിത്യമായ ആശീർവാദത്താൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ സെബാസ്റ്റ്യന്റെ മധ്യസ്ഥതയാൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാവുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാനിടയാകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കുവാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ആ സന്തോഷം സ്വായത്തമാക്കുവാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നിൻ സോദരനീശം ക്രിസ്തു ശ്രമിച്ചിടേ ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ ക്രിസ്തു കൈക്കൊള്ളണമേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ പാലിക്കണേ. രക്ഷക ദൈവസുതാ, ഞങ്ങളെ പാലിക്കണേ. ദൈവമാം ശുദ്ധരൂപി, ഞങ്ങളെ പാലിക്കണേ. ത്രിത്വിക ദൈവമേ നീ, ഞങ്ങളെ പാലിക്കണേ. പരിശുദ്ധയാമരിയേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ ദിവ്യമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ധന്യക ധന്യേ ധന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ ദിവ്യമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപ്രസാദമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റവും ശുദ്ധമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചാരിത്ര ശുദ്ധമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലംഘനഹീനമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാലിന്യമുക്തമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹസംയോഗമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുത പാത്രമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൽബുദ്ധി തന്റെ മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിന്റെ മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സംഭൂത
പൂജയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് നിത്യം ക്ഷമിക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളെ നിത്യമാനുഗ്രഹിക്കാം. യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പ്രിയമക്കളായ ഞങ്ങൾക്ക് ശാശ്വതമായ ശാരീരികാരോഗ്യവും മാനസികാനന്ദവും പ്രദാനം ചെയ്യണമേ. ലൗകിക വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകമാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ സെബസ്ത്യാനോസ് വീരോചിതമായ ധീരതയോടെ രക്തം ചിന്തി ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുവല്ലോ. ഈ വിശുദ്ധ മഹനീയ മാതൃകയാൽ ശക്തി ആർജിച്ച് ഞങ്ങൾ മാനുഷിക നിയമങ്ങൾക്കുപരിയായി അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ കൃപയരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.
സുതരാമി കരയുകയാണിത് തവസവിധേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. രക്ഷകനീശുവിൻ സാക്ഷിയായി തീരുവാൻ ഭാഗ്യനായോരേ വത്സലതാര. രക്ഷകനീശുവിൻ സാക്ഷിയായി തീരുവാൻ ഭാഗ്യനായോനേ വത്സലദാതാ. ഞങ്ങളുടെ പ്രിയ മധ്യസ്ഥ വാഴ്ക 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 സെബസ്ത്യാനോസേ കാവലായി വാഴ്ക. ഞങ്ങളുടെ പ്രിയ മധ്യസ്ഥ വാഴ്ക 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 സെബസ്ത്യാനോസേ കാവലായി വാഴ്ക. എണ്ണിയാലെണ്ണം തീരാത്ത വണ്ണം നന്മകളേകും വിശുദ്ധതാര. എണ്ണിയാലെണ്ണം തീരാത്ത വണ്ണം നന്മകളേകും വിശുദ്ധദാതാ. ഞങ്ങളുടെ പ്രിയ മധ്യസ്ഥ വാഴ്ക 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 സെബസ്ത്യാനോസേ കാവലായി വാഴ്ക. ഞങ്ങളുടെ പ്രിയ മധ്യസ്ഥ വാഴ്ക 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 സെബസ്ത്യാനോസേ കാവലായി വാഴ്ക.